വാങ്ങാൻ ഇടനില നിന്നത് മലയാളിയായ റിൻസൺ ജോസിന്റെ കമ്പനി എന്ന സംശയം. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ വയനാട് മാനന്തവാടി സ്വദേശി. സ്ഫോടനത്തിന് പിന്നാലെ റിൻസനെ കാണാനില്ല. എൻസിപിയിലെ മന്ത്രിമാറ്റത്തിൽ ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമെന്ന് സൂചന. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന AK ശശീന്ദ്രൻ. ഒരാഴ്ച കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട ശരത് പവാർ കൂടിക്കാഴ്ചയിൽ സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന PC ചാക്കോ. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തേക്ക്. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രം ഉപയോഗിക്കാം. എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടുപോകരുത്. സുനിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കുമെന്നും കോടതി. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. ഞായറാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ശാസ്താംകോട്ട കോടതി ഉത്തരവ്. അജ്മലും ശ്രീകുട്ടിയും മദ്യവും ലഹരിമരുന്നും ഉപയോഗിച്ചെന്ന പ്രോസിക്യൂഷൻ. ജോലിഭാരത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ചതിൽ പരാതിയുമായി കൂടുതൽ ജീവനക്കാർ. EY കമ്പനി ചെയർമാന് മറ്റൊരു ജീവനക്കാരി അയച്ച ഇമെയിൽ സന്ദേശം പുറത്ത്. ആദ്യത്തെ സംഭവമല്ലെന്നും ഇനിയൊരു അന്യ ഉണ്ടാവരുതെന്നും സന്ദേശത്തിൽ. അന്ന 16 മണിക്കൂർ വരെ നിരന്തരം ജോലി ചെയ്തു എന്ന സുഹൃത്ത്. മലപ്പുറത്ത് എംപോക്സ് ബാധിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗബാധയില്ല. എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. എംപോക്സ് വകഭേദം ഏതാണെന്ന പരിശോധനാ ഫലവും ഇന്ന് പുറത്തുവരും. വ്യാപനശേഷി കൂടുതലുള്ള വകഭേദമാണെങ്കിൽ നിയന്ത്രണം കടുപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ കമ്പനിയിലേക്കും. മലയാളിയായ റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിൽ ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ വാങ്ങാൻ ഇടനില നിന്നെന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം. നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ വയനാട് മാനന്തവാടി സ്വദേശിയാണ്. സ്ഫോടനത്തിന് പിന്നാലെ റിൻസനെ കാണാതായി. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, വിശദാംശങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ലെബനനെ നടുക്കിയ പേജർ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ